ഹായ് ഹലോ. വൈകുന്നേരമായപ്പം ഈ വീട്ടിനകത്തിരുന്ന് ബോറടിക്കുക കേട്ടോ. ഇന്ന് സൺഡേയിലത്തെ വീഡിയോ ആണ്. എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തുമ്പോഴത്തേന് സൺഡേ കഴിഞ്ഞ് മൺഡേ കഴിഞ്ഞ് ഇന്ന് ട്യൂസ്ഡേ ആയി. ആക്ച്വലി ഇന്നലെ ഇടേണ്ടുന്ന വീഡിയോ ആയിരുന്നു. ഇന്നലെ വേറെ എന്തെല്ലാം കാരണത്താൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല ലുലു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ സന്ധ്യയായി. അപ്പോൾ ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തേന് എന്തായാലും രാത്രിയാവും. അതുകൊണ്ടൊന്ന് ലൈറ്റൊക്കെ ഇട്ടേം വെച്ച് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡിയായി നിൽക്കുന്ന നേരത്തിന് എൻ്റെ കെട്ടിയവന് ആൾറെഡി റെഡിയായി കാറിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനും റെഡിയായി ഇറങ്ങി. ഞാനും അപ്പൂസും ഇങ്ങനെ റെഡിയായിട്ട് ഇറങ്ങുന്നു. ഇനി ഇവിടുന്ന് പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ വീട് നിൽക്കുന്ന ആ സറൗണ്ടിങ്ങിലൂടെ തന്നെ പോകാം നമുക്ക്. ഇതുവഴി ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ പോകാം കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റാണ് എപ്പോഴും ഞാൻ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് എൻ്റെ മൂത്ത മകൻ കയറിയിരുന്നു. അപ്പോൾ അവനെ ഞാൻ വെളിയിൽ ഇറക്കാനുള്ള പരിപാടിയാണ്. അയാൾ അകത്ത് കയറിയിട്ട് അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് ഞാൻ ഡോർ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂട്ടുകാർ വേറെ രീതി തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ഈ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് അധികം ദൂരം ബാക്ക് സീറ്റ് ഇരുന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇച്ചിരി വൊമിറ്റിങ് ഇത് പ്രോബ്ലം ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം പുറകിലിരിക്കുന്ന സമയത്ത് നമുക്ക് ആ നോട്ടം സൈഡിലോട്ടാകുമ്പോഴത്തേന് എനിക്കൊരുമാതിരി തല കറങ്ങുന്ന പോലൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ മുൻ സീറ്റ് ഇരിക്കുന്നത്. ഇനി അതിന് പല കാരണങ്ങൾ എൻ്റെ കൂട്ടുകാർ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരാണല്ലോ എവിടെ പോകാനെ കൊണ്ടും പിന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ പോയാലും ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ്. ചില സമയങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ മിസ്സാവാറുണ്ടില്ലെന്നല്ല, കഴിയുന്നത് ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചാണ് പോകാറ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിനടുത്ത ഭാഗമൊക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും റോഡ് സൈഡിലെല്ലാം വണ്ടി ഒരുപാട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അകത്ത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാരെല്ലാം ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്തിടും കേട്ടോ. പണ്ടൊക്കെ വീട് വെക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിങ്ങിനൊന്നും സ്ഥലം വിടത്തില്ല. അതുകൊണ്ട് ചേർത്തങ്ങ് വീട് കെട്ടും. വീട് കെട്ടിയിട്ട് വാടകയ്ക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല വാടക പൈസ കിട്ടുമല്ലോ. അതുകൊണ്ട് പാർക്കിങ്ങിന് സ്ഥലം കുറച്ചാണ് വിടുന്നത്. അങ്ങനെയൊക്കെ ഉള്ളിടത്താണെങ്കിൽ കാറൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അന്ന് അവർക്ക് കാർ ഉണ്ടാകത്തില്ല, പിന്നെ വണ്ടി മേടിക്കും. അല്ലെങ്കിൽ പിന്നെ വാടകക്കാർക്ക് വണ്ടി നിർത്താനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യും. കാരണം അത് ഇപ്പുറത്തെ സൈഡ് നമുക്കിങ്ങനെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എയർഫോഴ്സിൻ്റെ കോമ്പൗണ്ട് ആയതുകൊണ്ട് ആ സൈഡിൽ വണ്ടികൾ നിർത്താൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് വെറുതെ ഞാൻ ചെറിയൊരു വ്യൂ എടുത്തതാണ്. കാരണം വെച്ചാൽ എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയും പിന്നെ ബാംഗ്ലൂരിൽ എവിടോട്ട് ഇറങ്ങിയാലും വീഡിയോകൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണേ, നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം ആകുമ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ ചാറ്റ്സ് കടകൾ ഒരുപാടുണ്ടാവും. പാനിപ്പൂരി, മസാലപ്പൂരി അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് നല്ല ദൂരമുണ്ട്. എന്നാലും ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിനടുത്ത മനോഹാരിതയൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ആകുമ്പോൾ ഇപ്പം ഈ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ടുണ്ടല്ലോ, മരങ്ങളെല്ലാം കിളിർത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് കാണാൻ നല്ല കണ്ണിന് നല്ല കുളിർമയാണ്. അത് ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കുന്നതാണ്. നമുക്കിവിടെ മെയിൻ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ പിന്നെ പാർക്കുണ്ട്, നടക്കാനൊക്കെ ഉണ്ടും. പിന്നെ അതിനകത്താണെങ്കിൽ കുറേ എക്സസൈസ് ചെയ്യാനുള്ള കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അതിനകത്ത് കയറിയിട്ട് എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ പിന്നെ പാർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൂത്ത് വാരാനെ കൊണ്ട് ഇവിടെ BBMP ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വേസ്റ്റ് എടുക്കുന്നതായാലും ക്ലീനിങ്ങിനായാലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അകത്ത് കയറുന്ന സമയത്ത് ഫുള്ള് ഇലയൊക്കെ വീണിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത രീതി ആവാറുണ്ട്. മിക്കവാറും സമയങ്ങൾ വൃത്തിയാക്കി തന്നെ വെക്കാറുണ്ട്. ഞായറാഴ്ച ദിവസമല്ലേ, ഞായറാഴ്ച ദിവസങ്ങളിൽ കടകളുടെ മുൻവശമൊക്കെ എന്നാ റഷാണെന്നറിയാമോ. എല്ലാവരും എന്താ പറയുന്നത് വൈകുന്നേരം സമയത്തൊന്ന് പുറത്തിറങ്ങുന്നതും പിന്നെ എന്താ പറയുന്നത് ഞായറാഴ്ച ദിവസം ആകുമ്പോഴത്തേനും പിന്നെ റോഡിലായാലും നല്ല തിരക്കാണ്, കടകളായാലും നല്ല തിരക്കാണ്. പോകുന്ന വഴിക്ക് ഇവിടെയുള്ള കടകളൊക്കെ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് കൊണ്ടുപോകാം കേട്ടോ. ഇത് ഞാൻ പൊങ്ങച്ചം കാണിക്കുന്നതല്ല. ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിന് സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഈ കടകളുടെയും പിന്നെ എന്താ പറയുന്നത് ഈ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ബാംഗ്ലൂർ വരാത്തവർക്ക് അയ്യോ എന്താ ബാംഗ്ലൂർ എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സിഗ്നലുണ്ട്. അപ്പോൾ ഇവിടെ നീ കുറച്ച് നേരം കിടന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ സിഗ്നൽ കഴിഞ്ഞ് ഇനി കുറേ മുന്നേ വന്നു കേട്ടോ. മുന്നേ വന്നപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഇവിടം കണ്ടപ്പോൾ നല്ലൊരു ഭംഗി പോലെ തോന്നി. അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്ക് കൊടുന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. വൈകുന്നേരം സമയത്തൊക്കെ ഇതിൽ വഴി ചൂട് സമയത്ത് വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പത്തൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാനെ കൊണ്ട് നല്ലൊരു സുഖമാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പിന്നെ മെയിൻ റോഡിലെത്തി കേട്ടോ. അവിടുന്ന് ഇനി ഈ മെയിൻ റോഡിലെത്തിക്കഴിഞ്ഞാൽ കൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ടോ ഇല്ലയോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ, എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേങ്കിൽ ഞങ്ങൾ പോകുന്ന റോഡ് എന്തായാലും ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്, വലിയ റഷൊന്നും കാണുന്നില്ല. അപ്പം പിന്നെ ഇവിടുന്ന് ഇനിയൊരു അരമണിക്കൂറോളം ഉണ്ട് ഞങ്ങൾക്ക് യാത്ര. അപ്പം പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഒരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ മരത്തിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞ് എല്ലാം നന്നായിട്ട് ഇല കിളിർത്തൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വഴി പോയി കഴിഞ്ഞാൽ കൊണ്ട് ഇഷ്ടംപോലെ മരങ്ങളും തണലും ഒക്കെ ആയിട്ട് കുഴപ്പമില്ല. ഒരുവിധം ഇപ്പം ബാംഗ്ലൂർ കുറേ എടുത്തിപ്പം മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഇപ്പം നല്ല ഒരു പച്ചപ്പാണ്. വഴി പോയി കഴിഞ്ഞാലും ഒരു പച്ചപ്പുണ്ട്. ഞങ്ങൾ ഈ സൈഡിൽ വരുന്ന നമുക്കിവിടെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്.
ചെറുതായിട്ട് നമ്മളിവിടെ വണ്ടിയൊന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേങ്കിൽ അപ്പുറത്തെ റോഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ റോഡിലൂടെ ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല. ആക്ച്വലി എപ്പോൾ നോക്കിയാലും ഇവിടെ ഭയങ്കര ട്രാഫിക് ജാം ആവുന്നതാണ്. ഇന്ന് എന്തോ ഞായറാഴ്ച ആയിട്ടും വലിയൊരു തിരക്ക് ഈ റോഡിൽ കാണുന്നില്ല. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കുണ്ട്. എന്നാലും ഇവിടെ ഒരു 2 മിനിറ്റ് മിക്കവാറും കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മുന്നോട്ട് വണ്ടി അങ്ങോട്ട് മൂവ് ആയെങ്കിലേ അങ്ങോട്ട് പാസ് ആവാൻ പറ്റത്തുള്ളൂ. പതിയെ പതിയെ എന്തായാലും പോകുന്നുണ്ട്, വണ്ടികൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ കൂട്ടുകാർക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോവാം. അപ്പുറത്തെ സൈഡിലത്തെ ട്രാഫിക് ഉണ്ടോ? അപ്പുറത്തെ സൈഡിൽ എൻ്റെ കൂട്ടുകാർക്ക് കാണുന്നുണ്ടോ? ഞാൻ ചെറിയൊരു വ്യൂ സൈഡ് കാണിച്ചതാണ്. അവിടെ ഫുള്ള് ബ്ലോക്കായി കിടപ്പുണ്ട്. ആ ഭാഗത്ത് എപ്പം വണ്ടി ഉണ്ടോ, എപ്പോൾ ഇനി വണ്ടികൾ നീങ്ങുമെന്നുള്ളത് അറിയത്തില്ല. അവിടെ നല്ല ട്രാഫിക് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റോഡ് എന്തായാലും ക്ലിയർ ആയിട്ടുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ വിട്ടങ്ങ് പോവാം കേട്ടോ. അവിടെ 1 കിലോമീറ്ററോളം വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നുണ്ടോ, അത്രത്തോളം ദൂരത്തിലാണ് വണ്ടികൾ കിടക്കുന്നത്. ഇനി ആ വണ്ടികൾ ഓരോന്ന് മൂവ് ആയെങ്കിലേ മുന്നോട്ട് നീങ്ങത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എത്തി. എന്തായാലും ഞങ്ങൾക്ക് ഈ ഭാഗത്ത് വലിയ തിരക്ക് കിട്ടിയില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെട്രോ ഉള്ളതുകൊണ്ട് ആൾക്കാർ മെട്രോയിൽ പോകാൻ പറ്റുന്ന വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാതെ മെട്രോയിൽ യാത്ര ചെയ്യും. കാരണം വെച്ചാൽ ഈ ട്രാഫിക്കും സിഗ്നലും ഒക്കെ ഓർക്കുമ്പം അതിൽ നല്ലത് മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ട്രാഫിക്കില്ല, സിഗ്നലില്ല, ഒന്നുമില്ല, സുഖമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ടൈമിനങ്ങ് ചെല്ലാം. നമുക്ക് ഇവിടുന്ന് 2 മണിക്കൂർ യാത്ര ചെയ്താലേ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റത്തുള്ളെങ്കിൽ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ കൊണ്ട് 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമ്മളങ്ങ് ചെല്ലും. അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പം കൂടുതൽ ആൾക്കാർ മെട്രോ ആണ് ചൂസ് ചെയ്യുന്നത്. മെട്രോയിൽ പോകാനെ കൊണ്ട് താല്പര്യമില്ലാത്തവരൊക്കെയാണ് പിന്നെ ഈ വണ്ടിയിൽ അങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തായാലും ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെ എന്താണെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ അറിയാം. വലിയ ട്രാഫിക് ഇല്ലാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലുലു പോകാൻ ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു 16 കിലോമീറ്റർ ഞങ്ങളങ്ങ് എത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഒരു 1/4 മണിക്കൂർ എന്തായാലും സമയം വേണം. പിന്നെ ഈ ഭാഗത്തൊക്കെ കൂടുതലും ഫ്ലാറ്റുകളാണ്. നമ്മളുടെ താമസിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് വീടുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ മെയിൻ റോഡിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീടുകളെ കാട്ടി കൂടുതലായിട്ടും ഫ്ലാറ്റാണ്. ഫ്ലാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എല്ലാവരും മേടിക്കാൻ റെഡിയായിട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും അറിയണ്ട, അവർക്ക് ഒരു സെക്യൂറായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് പിന്നെ ആർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ സ്ഥലം മേടിക്കൽ, വീട് കെട്ടൽ, അതൊക്കെ എന്തൊരു റിസ്ക്കാണ്. ഇതാകുമ്പം എന്താ പറയുന്നത്, പോവുക, പൈസ കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക, പോയി താമസിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ഫ്ലാറ്റിനോട് താല്പര്യം കാണിക്കുക. പക്ഷേ എനിക്ക് എന്നോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവിടെ അപ്പൂസിനാണെന്നുണ്ടെങ്കിൽ അമ്മ ഫ്ലാറ്റ് നല്ലതല്ലേ, ഫ്ലാറ്റ് മതിയായിരുന്നു എന്നൊക്കെ പറയും. അതാകുമ്പോൾ അവന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതാണ് അവന് കണ്ടുപിടിച്ച കാരണങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് നന്നായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ വന്നാൽ. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടപ്പം ആ മാർക്കറ്റ് എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു വ്യൂ സൈഡിൽ കൂടെ തന്നെ കേട്ടോ. എന്തൊരു റഷാണെന്നറിയാമോ, വൈകുന്നേര സമയം മാത്രമേ ഇവിടെ ഈ മാർക്കറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും, പച്ചക്കറിയും പഴങ്ങളും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ആൾക്കാർ വൈകുന്നേര സമയങ്ങളിൽ വന്ന് മേടിക്കാനൊക്കെ ഒരു അനുകൂലമാവും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറേ ഇഞ്ഞെത്തി. ഞങ്ങളിനി മെട്രോയുടെ അടുത്തെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 10-15 മിനിറ്റോളം ഉണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഞാൻ ഈ റോഡിൻ്റെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതാണെങ്കിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ മെട്രോ പോകുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ വേറുള്ള റോഡുകൾ കണക്റ്റ് ആവുന്നുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ താഴോട്ട് ഈ വരുന്ന റോഡിൽ നിന്ന് 2-3 സ്ഥലത്തുനിന്ന് വണ്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ, ഇവിടെ നല്ല ഒരു ട്രാഫിക് കിട്ടാനുള്ള ചാൻസ് ഉള്ള സ്ഥലമാണ്. എന്നാലും ഇന്ന് മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ചൊരു ഭേദമാണെന്ന് പറയാം. വലിയ തിരക്ക് ഇന്ന് കാണുന്നില്ല. എന്നാലും കൂടി കുറച്ച് ചെറിയ ചെറിയ ട്രാഫിക് സിഗ്നൽ കിട്ടുന്നുണ്ട്. എന്നാലും പ്രശ്നമില്ല, നമുക്കൊരുവിധം വിട്ടു പോകാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇച്ചിരി ട്രാഫിക് കൂടുതലാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നല്ല തിരക്കാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അടുപ്പിച്ച് സിഗ്നലുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായാലും പിന്നെ വണ്ടികൾ സൈഡിൽ കൂടെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഈ റോഡും ഇവിടുത്തെ ആ ഒരു എന്താ പറയുന്നത് രീതികളൊക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാനൊക്കെ കൊണ്ട് നല്ല ഭംഗിയായിട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഓരോരോ മോളുകളായാലും പിന്നെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണിനൊരു ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലത്തെ ആ വ്യൂ ഒക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ വീഡിയോ എടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും അങ്ങനെ ലുലു ബാക്ക് ഗേറ്റ് എത്തി. ഇനി ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകണം.
അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ വരുന്ന വഴിയിലെ കാഴ്ചകളാണ് ഒരു കൂടുതൽ കാണിച്ചത്. ഇപ്പോൾ ലുലു വന്നിട്ട് പിന്നെ അകത്തൊന്നും അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. നമ്മൾ വീഡിയോ എടുക്കുകയെന്നുണ്ടെങ്കിൽ ചീത്ത പറയും. പിന്നെ ചെറിയ ചെറിയ ഓരോ വീഡിയോകൾ പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്നല്ല, നമുക്ക് വലുതായിട്ട് വീഡിയോ എടുക്കാനൊക്കെ അവർ സെക്യൂരിറ്റി സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ആ വരുന്ന വഴിക്കുള്ള പിന്നെ സീനറിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉള്ളിൽ കാറ് പാർക്ക് ചെയ്യാം. പക്ഷേങ്കിൽ ഇവിടെ പാർക്കിങ്ങിന് നല്ല റഷാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു 2-3 ഫ്ലോറ് താഴെ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ലാസ്റ്റിൽ ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനി ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകണം. അപ്പം ഇനി ഞങ്ങൾ B3-ലെത്തി. ആക്ച്വലി B1ഉം B2-ലൊന്നും പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് ഡൗൺ വന്നു. അപ്പോൾ ഇവിടെ ഇനി ലിഫ്റ്റ് കയറി പോകണം. പക്ഷേങ്കിൽ ഇനി ലിഫ്റ്റിന് എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ഞങ്ങളിവിടെ ലിഫ്റ്റിന് കാത്തു നിൽക്കുകയാണ്. പക്ഷേങ്കിൽ ലിഫ്റ്റ് എത്തുന്നില്ല. കാരണം 2-3 ലിഫ്റ്റുണ്ട്, ഒന്നും താഴേക്ക് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാദ്യം ഓപ്പൺ ആവുന്നോ അതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞങ്ങളിഞ്ഞ് മുകളിലെത്തി കേട്ടോ. അങ്ങനെ ലുലു എത്തി. അപ്പം ചെക്കന്മാരാദ്യം പിന്നെ ഇവിടെ മൊബൈൽ ഷോപ്പ് കണ്ട സമയത്ത് അവർക്ക് പിന്നെ എന്തെങ്കിലും കാണുമ്പം കയറി നോക്കുക എന്നുള്ളത് ഒരു ഇതാണല്ലോ. പക്ഷേങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഉള്ള ആ ഒരു റഷ് ഇന്നില്ല കേട്ടോ. ലുലു സാധാ ഒരു തിരക്കേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമുക്കാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പോൾ വലിയൊരു പിന്നെ തുണിയുടെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. ഒത്തിരി വലുതെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുത്. അത് എത്ര വലിപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനെ കൊണ്ട് വാക്കുകളില്ലാത്തത്ര വലിപ്പത്തിൽ കേട്ടോ. അപ്പം ജെൻസിൻ്റെതും ലേഡീസിൻ്റെതും എല്ലാം ഉണ്ട്. അപ്പം ഞാനൊരു 2-3 ഡ്രസ്സ് എടുത്ത് ഒന്ന് ട്രയൽ ചെയ്ത് എല്ലാം ഇട്ട് നോക്കി. അപ്പോൾ ഞാൻ വെച്ച് നോക്കുമ്പോഴത്തേനൊക്കെ ചെക്കന്മാർ പറയുന്നു, അയ്യോ അത് അമ്മയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തടി തോന്നിക്കും, അങ്ങനെ തോന്നിക്കും, ഇങ്ങനെ തോന്നിക്കും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഡ്രസ്സ് എടുത്ത് നോക്കിയതല്ലാതെ ഞാൻ ഒന്നും എടുക്കാനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. ഇവിടെ ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കളക്ഷൻസ് ഇല്ലയെന്ന് ചോദിച്ചാൽ കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കണ്ണിനങ്ങോട്ട് പിടിക്കുന്ന രീതിയിൽ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും നോക്കിയതുമില്ല. പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ നോക്കിയപ്പം എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവന്മാർ കൂടെ നിന്നിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ. അത് ഈ ചെക്കന്മാരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം, നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൂടി കൊള്ളത്തില്ലാന്ന് പറയും. അപ്പം പിന്നെ നമ്മുടെ മനസ്സങ്ങ് മടിക്കും. അങ്ങനെ ശരിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എന്തൊക്കെയോ നോക്കിയിട്ടൊന്നും എനിക്ക് സെറ്റായില്ല. അവസാനം പിന്നെ അവന്മാർക്ക് മേടിക്കാമെന്നും പറഞ്ഞു വെച്ചാൽ അവന്മാരുടെ സെക്ഷനിൽ പോയി. അത് മെൻസ് സെക്ഷനിൽ പോയിട്ട് അവന്മാർക്ക് എന്തോ പിടിച്ചില്ല, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മേളത്തെ ഫ്ലോറിൽ വന്നു. എന്നാൽ ശരി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ ഫ്ലോറാണ് കേട്ടോ. വലിയ ഫ്ലോറ്, ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മേളിക്കുന്ന അങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇനി ലുലുവിലെത്തി. അപ്പോൾ അത് ഒരു സൈഡ് മുഴുവനും അതിൻ്റെ ആ ഒരു മോളാണ്. അത് എനിക്കൊന്ന് വെസ്റ്റ് സൈഡാണെന്ന് തോന്നുന്നു. വെസ്റ്റ് സൈഡിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയതുമില്ല, അത് വേറെ സത്യം. അത് കഴിഞ്ഞിട്ട് എന്നാൽ മേളിൽ കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും ഒരു ചാറ്റ്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നോക്കിയപ്പോൾ എന്നാൽ കഴിക്കാത്ത സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒരെണ്ണം പിന്നെ ഓർഡർ ചെയ്തു. അത് 2-3 സാധനം മിക്സായിട്ടുള്ള സംഭവമാണ്, ഏതാണ്ട് കോംബോയാണ് അവർ ഇത് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് കോർട്ടിൽ ഭയങ്കര റേറ്റാണ് കേട്ടോ. ലുലുവിൽ വരുവാണെന്ന് എൻ്റെ കൂട്ടുകാർ പിന്നെ താഴ്ന്ന് പിന്നെ ലുലുവിൻ്റെ ഫുഡ് കോർട്ടുണ്ടല്ലോ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ മേളിൽ കൊണ്ടുവന്നിട്ട് പിന്നെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതാണ് ലാഭം. ഇതിൻ്റെ വില വന്നിട്ട് 310 റുപ്പീസ് എങ്ങാണ്ടാണ് അതിൻ്റെ വില. 305 ആണെന്ന് തോന്നുന്നു. ഇത്രയും സാധനത്തിൻ്റെ വിലയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലസ്സി മേടിച്ചു. ലസ്സി പിന്നെ 2 തരത്തിലുള്ള ലസ്സി, അതിനും ഏതാ ഒരെണ്ണത്തിന് ആ ഒരു കപ്പിന് 100 രൂപ എങ്ങാണ്ട്. അപ്പോൾ ഈ വെളിയിൽ ഇറങ്ങിയതല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നതാണ്. ആക്ച്വലി ഞങ്ങൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒന്നും മേടിക്കാൻ അകത്തോട്ട് നമ്മൾ പോയില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് പോരുന്നത് കൊണ്ട് താഴെ ഫുഡ് കോർട്ടിൽ നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ ഡയറക്റ്റ് ഇനി മേളിൽ വന്നതുകൊണ്ട് പിന്നെ ശരി എന്തായാലും മേളിൽ വന്നതല്ലേ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിക്കാനെ കൊണ്ട് ഇത് ചെയ്തത്. പക്ഷേ എൻ്റെ കൂട്ടുകാർ താഴ്ന്ന് മേടിച്ചിട്ട് ഇവിടെ മേളിൽ കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. അവിടെ ആകുമ്പോൾ വിലക്കുറവുമുണ്ട്. ഇവിടെ തന്നെ ഭയങ്കര കത്തി വിലയാണ്. എന്തോ ഒരു വലിയ ഫുഡ് കോർട്ടാണെന്നറിയാമോ. എല്ലാത്തിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, എന്തൊക്കെ ഇല്ലയെന്നില്ല, എല്ലാത്തിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. പല തരത്തിലുണ്ട്. KFCയും മക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ട്, ഏതില്ലാന്നില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നമ്മളൊരു ഐസ്ക്രീം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്ന എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ടോ. ഞാൻ ആക്ച്വലി പിന്നെ എൻ്റെ വിചാരം അവസാനം അവർ നമുക്ക് ഐസ്ക്രീം തരും എന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ടോ, എനിക്ക് ഐസ്ക്രീം തരാതെ എന്നെ മൊത്തത്തിൽ കുരങ്ങ് കളിപ്പിക്കുകയല്ലാതാണ്ട് വേറെ ഒരു പരിപാടിയില്ല. അത് കണ്ടു നിൽക്കാനെ കൊണ്ട് എൻ്റെ കെട്ടിയവനും എൻ്റെ മക്കളും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വലിയ കാര്യത്തിലിരുന്ന്. പക്ഷേങ്കിൽ നോക്കിക്കേ
ഏതൊക്കെ രീതിയിൽ അവസാനം എനിക്ക് എന്താ പറയുന്നത്, ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയാണ്. എന്നാൽ ഈ മനുഷ്യൻ അയാളെ നമ്മളായിട്ട് വിടുന്നതുമില്ല. അപ്പോൾ ശരി, ഇപ്പോൾ ടിഷ്യൂവിൽ തന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഇത് ചെയ്തപ്പം വെറും കാലി കപ്പ് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിയാ ഇതാ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ടിഷ്യൂ തന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രത്തോളം ഞാൻ വിഡ്ഢിയായ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വിചാരിച്ചു അവർ ഐസ്ക്രീം തരുമെന്നാണ് വിചാരിച്ചേട്ടോ. ആ ഐസ്ക്രീം തന്നില്ല. പിന്നെ അല്ലാതെ ഞങ്ങൾ വേറെ ഐസ്ക്രീം ഞങ്ങൾ മേടിച്ചതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനമെല്ലാം മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ, സി യു.